എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുകയും ചെയ്യുന്നു. I bring greetings in the name of our Lord and Savior Jesus Christ to each of you. കഴിഞ്ഞ നാളുകളായി നമ്മൾ ഫിലമോന്റെ ലേഖനത്തിൽ നിന്നാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. We have been studying through the book of Philemon. ഇന്നും അതിൽ നിന്ന് ഒരു വാക്യം ചിന്തിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. Today my desire is to meditate upon one verse from this book. ഫിലമോന്റെ ലേഖനം 10-ാം വാക്യത്തെക്കുറിച്ചാണ് ഇന്ന് ചിന്തിക്കുന്നത്. സമയം കിട്ടുവാണെങ്കിൽ 11-ാം വാക്യം കൂടെ ചിന്തിക്കാം. I want to share a few things from verse 10 and if time allows also from verse 11. കാരണം ആകെ അരമണിക്കൂറാണ് നമുക്കുള്ളത്. അതിൽ ട്രാൻസ്ലേഷനോട് ആകുമ്പോൾ 15 മിനിറ്റ് വാസ്തവത്തിൽ ഒരാൾക്കുള്ളൂ. അതുകൊണ്ടുള്ള സമയപരിമിതി ഉണ്ട്. അതുകൊണ്ട് നമുക്ക് 10-ാം വാക്യം ആദ്യമായിട്ട് വായിക്കാം. തടവിൽ ഇരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എൻ്റെ മകനായ ഒനേസിമോസിനു വേണ്ടിയാകുന്നു ഞാൻ അപേക്ഷിക്കുന്നത്. Verse 10, that I appeal to you for my son Onesimus, who became my son while I was in chains. കഴിഞ്ഞ പ്രാവശ്യം നാം ചിന്തിച്ചപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഫിലെമോനോട് കൽപ്പിക്കുവാൻ തനിക്ക് അവകാശം, അല്ലെ അതിനുള്ള ധൈര്യം, അതിനുള്ള പ്രാഗൽഭ്യം, അതിനുള്ള എല്ലാ യോഗ്യതയും തനിക്കുണ്ട് എങ്കിലും തന്നോട് അപേക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞ ആ വാക്യത്വത്തെക്കുറിച്ചാണ് നാം ചിന്തിച്ചത്. സ്നേഹനിമിത്തം ഞാൻ അപേക്ഷിക്കുന്നു. Last time we discussed the fact that even though Paul had the authority, the confidence and every right to command to Onesimus, instead he chose to appeal to Onesimus rather than commanding. അവിടെയൊക്കെയും പൗലോസിൻ്റെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ആ ഹൃദയത്തിൻ്റെ ആർദ്രതയും മനസ്സലിവും ഓരോ വ്യക്തിയോടും ഉള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. Through this we see how Paul related with every person, thereby demonstrating the gentleness of our Lord Jesus Christ. അതുകൊണ്ടാണ് തനിക്ക് അവിടെയും വളരെ താഴ്മയോടുകൂടെ അപേക്ഷിക്കുവാൻ കഴിഞ്ഞത്. And that is the reason why Paul is able to appeal, to be very humble and appeal in love. താൻ സുവിശേഷം അറിയിക്കുന്നതും അതേ മനോഭാവത്തോടുകൂടെ അതേപോലെ തന്നെ ആയിരുന്നു. It is the same temperament Paul had when he preached the gospel. അതുകൊണ്ടാണ് തൻ്റെ വേലയൊക്കെയും അത്രമാത്രം അനുഗ്രഹിക്കപ്പെടുവാനും അനേകർ കർത്താവിലേക്ക് കടന്നു വരുവാനും ഇടയായിത്തീർന്നു. That is the reason why Paul's ministry was so blessed, so that so many people were attracted to the saving knowledge of Christ. അതെ, ആ പൗലോസിന്റെ മനോഭാവം നമുക്കും ഓരോരുത്തർക്കും ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആ സമയത്തും ഓർപ്പിക്കുകയുണ്ടായി. Many times I had reminded all of us that how good it would be that we also have the same mind, the same appeal and that love that Paul had. അതെ, അടുത്ത വാക്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എൻ്റെ മകനായ ഒനേസിമോസിനു വേണ്ടിയാകുന്നു ഞാൻ അപേക്ഷിക്കുന്നത്. He's saying that I'm appealing for my son Onesimus, who became my son while I was in chains. അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ മൈ ചൈൽഡ്, എൻ്റെ കുട്ടി, എൻ്റെ ബാലൻ, എൻ്റെ കുഞ്ഞിന് വേണ്ടിയാകുന്നു എന്ന് ഇംഗ്ലീഷിൽ ചില ട്രാൻസ്ലേഷനിൽ നമുക്ക് കാണുവാൻ കഴിയും. In some translations it is mentioned, the word child is mentioned. അതെ, ആ ബാലൻ എന്ന കാര്യത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I want to take that metaphor of that child and share a few things. അതിന് കാരണം ഞാൻ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പേ സുവിശേഷകൻ മാസികയിൽ ശമൂവേലിനെ കുറിച്ച്, ശമൂവേൽ ബാലൻ എന്ന് പറയുമ്പോൾ ശമൂവേലെ ഏറ്റവും ചെറുപ്പത്തിൽ തന്നെ ആ ദൈവാലയത്തിൽ ചെന്ന് ശുശ്രൂഷിച്ചു എന്നുള്ള നിലയിൽ ഒരു എഴുതിയിരിക്കുന്നത് കാണുവാനിടയായി. അതിനൊരു ക്ലാരിഫിക്കേഷൻ വേണ്ടിയാണ് ഞാൻ ആ വിഷയം അല്പമായി പറയാൻ ആഗ്രഹിക്കുന്നത്. A few months ago I came across an article on Samuel, on the life of Samuel in Suvisheshagan magazine, and then this thought has been prodding me to share with you. ഈ കുട്ടി അല്ലെ ബാലൻ എന്ന് പറയുന്നത് അത് വാസ്തവത്തിൽ തീരെ കുഞ്ഞു കുട്ടി എന്നുള്ള അർത്ഥത്തിൽ അല്ല. When the word child is used, Paul is certainly not meaning a baby or an infant. ദൈവവചനത്തിൽ പറയുന്നത്, അതായത് ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിൽ ഇസ്മയേലിനെ കുറിച്ച് ബാലൻ എന്നും കുട്ടി എന്നും അവിടെ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. In Genesis chapter 21 we see that
the word child or boy is used for Ishmael. അതെ, കാരണം ആ സമയത്ത് ഇസ്മായിലിന് 18 വയസ്സിൽ അധികം പ്രായം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കണക്കാക്കുവാൻ കഴിയും. When Ishmael's life is portrayed in Genesis 21, we know that he is certainly above the age of 18. സാഹചര്യം നാം പറഞ്ഞാൽ, അതായത് അബ്രാഹാമിൻ്റെ ഭാര്യ സാറായി ഇസ്മായേലിനെയും ഹാഗാറിനെയും പുറത്താക്കണം എന്ന് അബ്രാഹാമിനോട് പറഞ്ഞു. The context is that Abraham is getting rid of, he's sending out Hagar and Ishmael out of his house. കാരണം ഇസ്മായേല് പരിഹാസി എന്ന് തോന്നി. അതുകൊണ്ട് ഇസഹാക്കും ഇസ്മായേലിനോട് കൂടെ വളർന്നാൽ അത് ഇസഹാക്കിന് ദോഷമാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ദാസിയെയും മകനെയും പുറത്താക്കാൻ പറയുന്നത്. So Paul is sending out Hagar and also Ishmael because Abraham did not want his son Isaac to grow with Ishmael because that wouldn't be healthy. അതുകൊണ്ട് അത് പ്രായം നോക്കിയാൽ, അതായത് അബ്രാഹാമിന് 86 വയസ്സുള്ളപ്പോൾ ആണ് ഇസ്മായേൽ ജനിക്കുന്നത്. Ishmael was born when Abraham was 86. ഇസഹാക്ക് ജനിക്കുമ്പോൾ 100 വയസ്സാണ്. When Isaac was born, Abraham was 100. അതായത് അപ്പോൾ ഇസഹാക്കും ഇസ്മായിലും തമ്മിലുള്ള വയസ്സിന് വ്യത്യാസം നോക്കുമ്പോൾ 14 വയസ്സിന്റെ വ്യത്യാസം അവിടെയുണ്ട്. There's a 14-year gap between Ishmael and Isaac. അതിനുശേഷം ഇസഹാക്കിന്റെ മുലകുടി മാറിയ സമയത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതൊക്കെ കണക്ക് നോക്കുമ്പോൾ അത് ഒരു 18 20 അതിലധികം പ്രായം ഇസ്മായിലിന് കാണാൻ സാധ്യതയുണ്ട്. It's very likely that Ishmael was over the age of 18 or 20 if we read the timeline of his life. എന്നാൽ അവിടെയും ആ കുട്ടി അല്ലെങ്കിൽ ബാലൻ എന്നുള്ള ഒരു കുട്ടി എന്ന അർത്ഥത്തിലാണ് കുട്ടിയെ കൊണ്ട് ഒരു കുറ്റിച്ചെടിയുടെ ചുവട്ടിൽ കിടത്തി എന്നൊക്കെ പറയുമ്പോൾ ഒരു കുട്ടി എന്ന അർത്ഥത്തിലാണ് അവിടെ വായിക്കുന്നത്. The word child or the word boy is used in many translations. എന്നാൽ അത് ആ ആക്ഷരികമായ അർത്ഥത്തിലല്ല, അത് ഹാഗാറിനോടുള്ള ബന്ധത്തിൽ തൻ്റെ മകൻ എന്നുള്ള ആ കൺസേൺ മാത്രമാണ് അവിടെ ഉള്ളത്. Rather than using it in a literal sense, it is used to describe the relationship, saying that Ishmael was the son of Hagar. മാത്രമല്ല ഇസഹാക്കിനെ കുറിച്ചും നമ്മൾ ആ കാര്യം വായിക്കുന്നുണ്ട്. We read the same word used for Isaac. അതായത് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 22-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ യഹോവയായ ദൈവം അബ്രാഹാമിനോട് പറയുന്നു, ബാലന്റെ മേൽ കൈവെക്കരുത്. Genesis chapter 22 we read that the Lord saying that do not lay your hand on the child. അതെ, ആ ചൈൽഡ്, അതായത് ബാലൻ എന്ന് പറയുമ്പോൾ അപ്പോൾ ഇസഹാക്കിന് ഒരു 18-20 വയസ്സ് പ്രായം ആകുവാനുള്ള സാധ്യതയുണ്ട്. Even at that time Isaac would have been about 18 or 20 years old. കാരണം നാം വായിക്കുന്നുണ്ട്, അബ്രാഹാം വിറക് എടുത്ത് ഇസഹാക്കിന്റെ തോളിൽ വെച്ചു എന്ന് വായിക്കുന്നു. We read that Abraham took the firewood and laid upon his son Isaac. ആ നിലയിൽ ഒരു യാഗത്തിനുള്ള വിറകും കൊണ്ട് പോകുവാൻ ആരോഗ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു ഇസഹാക്ക് എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. So we know that Isaac had the capability of carrying this firewood as they went for the sacrifice. അതുകൊണ്ട് അവിടെയും ഇസഹാക്കിന്റെ കാര്യം നോക്കുമ്പോഴും ഇങ്ങനെ ഒരു കുട്ടിയല്ല, വാസ്തവത്തിൽ അബ്രാഹാമിനോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ തന്നെയും ആ ഇസഹാക്കിനെ ഒരു ബാലനായിട്ടല്ലേ കുട്ടിയായിട്ടാണ് കണക്കാക്കുന്നത്. അതിന്റെ മകനോടുള്ള കൺസേൺ ആണ്. So instead of seeing it in a literal sense, what's communicated there is that this is Abraham's son. In other words, this is God's son. It shows a belongingness and the relationship. മാത്രമല്ല ശമൂവേലിനോടുള്ള ബന്ധത്തിൽ ഞാൻ പറഞ്ഞ കാര്യം കൂടി ചിന്തിക്കാം. We see the same thing about Samuel. 1 ശമൂവേൽ 1-ാം അധ്യായം അതിന്റെ 24-ാം വാക്യത്തിലും അതുപോലെ 2:11 2:26 ഒക്കെയും ശമൂവേൽ ബാലൻ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. In the 1 Samuel chapter 1 and also in later chapters we read about Samuel as a boy. എന്നാൽ അത് ശമൂവേലിന്റെ മുലകുടി മാറിയപ്പോൾ ശമൂവേലിനെ കൊണ്ട് ഹന്ന ഏലിയുടെ അടുത്ത് കൊണ്ടുവന്ന് പുരോഹിത അല്ലെങ്കിൽ അവിടെ ശുശ്രൂഷ ചെയ്യുവാൻ ആക്കി എന്ന് നാം വായിക്കുന്നു. We read that when Samuel was weaned off, his mother
brings Samuel before the prophet Eli. അത് ഈ മുലകുടി മാറുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തെ പോലെ ഒരു വയസ്സ് കഴിയുമ്പോൾ മുലകുടി മാറ്റുന്ന ആ ഒരു കാര്യമല്ല അവിടെ എഴുതിയിരിക്കുന്നത്. The timeline surrounding all when a child was weaned off was very different than today. അത് വാസ്തവത്തിൽ ആ പ്രായമെന്ന് പറയുന്നത് തനിക്ക് ഒരു വകതിരിവ് അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള ഒരു പ്രായം എന്നുള്ളതാണ് അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. What is meant there is that the child is of an age that the child is able to make, the person is able to make some discernment and they have some knowledge to make right or wrong. യഹോവയുടെ ആലയത്തിലെ ശുശ്രൂഷകൾ ചെയ്യുവാനുള്ള കാര്യങ്ങൾ ഹന്ന അവനെ പറഞ്ഞു കൊടുക്കുകയും ആ നീതിയിൽ നല്ല ഒരു അറിവ് തനിക്കുണ്ടായിട്ട് ആ നിലയിലാണ് തന്നെ അങ്ങോട്ട് വിടുന്നത് എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. As a God-fearing mother, Hannah has been bringing up Samuel, teaching him everything about God and everything about temple, so he had this understanding about it. എന്നാൽ ഹന്നയുടെ മുമ്പാകെ യഹോവയുടെ മുമ്പാകെ ഏലിയുടെ മുമ്പാകെ ഒക്കെയും ആ ശമൂവേൽ ഒരു ബാലനായിട്ട് അല്ലെങ്കിൽ ഒരു നല്ല അവനെ കുറിച്ച് നല്ല സാക്ഷ്യമുള്ള ഒരു പൈതലായി വളർന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. So in the presence in front of God, in front of Hannah, in front of Eli, we see that Samuel was a boy or was a child. കുറഞ്ഞ പക്ഷം ഞാൻ കണക്കാക്കുന്നത് ഒരു 12 വയസ്സെങ്കിലും ശമൂവേലിന് ആ സമയത്തുണ്ടായിരുന്നു എന്നാണ്. My guess is that Samuel must have been at least 12 years of age. അതിന് ഒരു കാരണം കൂടെ ഞാൻ പറയാം. അതായത് ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം 42-ാം വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു ദൈവാലയത്തിൽ വരുന്ന കാര്യം നാം വായിക്കുന്നുണ്ട്. In Luke chapter 2 verse 42 we read about how Jesus as a child came into the temple. അതുപോലെ എല്ലാ വർഷവും ദൈവാലയത്തിൽ ജോസഫും മറിയയും യേശു ക്രിസ്തുവായി അവർ വരുമായിരുന്നു. Joseph and Mary brought Jesus every year to the temple. എന്നാൽ 12-ാമത്തെ വയസ്സിലാണ് യേശു ക്രിസ്തു ദൈവാലയത്തിൽ ഇരുന്ന് ഗുരുക്കന്മാരുടെ അടുത്തിരുന്ന് അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്തത്. It was at the age of 12 when Jesus started talking to the scribes and the priests and with the elders about the things of God. കർത്താവായ യേശു ക്രിസ്തു നിത്യദൈവമാണ്. എന്നാൽ മാനുഷികമായി നോക്കുമ്പോൾ ആ 12 വയസ്സ് എന്നുള്ളത് കാര്യങ്ങൾ ഗ്രഹിക്കുവാനുള്ള അറിയുവാനുള്ള ആ ഒരു പ്രായം ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. The Lord Jesus Christ, he is the eternal God, but at that age 12 he had reached the age where he was able to have discussion with elders in the temple. അതുകൊണ്ട് ബാലൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ശമൂവേൽ ബാലൻ എന്ന് പറയുമ്പോൾ വെറും കുട്ടിയല്ല. ഇവിടെ ഒനേസിമോസിനുള്ള ബന്ധത്തിലും വെറും കുട്ടിയല്ല. എന്നാൽ പൗലോസ് അപ്പോസ്തലന്റെ മകൻ താൻ ജനിപ്പിച്ച തടവിലിരിക്കുമ്പോൾ ജനിപ്പിച്ച തന്റെ മകനുള്ള ആ കൺസേൺ വെച്ചിട്ടാണ് എവിടെയും പറയുന്നത്. It is the same usage here used for Onesimus, that he is not literally a boy or a child or an infant, rather he is a son, and Paul says that he became my son when I was in chains. അതെ, തടവിലിരിക്കുമ്പോൾ ജനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ സുവിശേഷത്താൽ ജനിപ്പിച്ചു എന്നാണ് അർത്ഥം വരുന്നത്. And what is when Paul says that he became my son, it is through the gospel, it is in and through the gospel that Onesimus became Paul's son. അതിവിടെ നമുക്ക് 1 കൊരിന്ത്യർ 4-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ കൊരിന്തിലുള്ള സഭയിലെ വിശ്വാസികളോടുള്ള ബന്ധത്തിൽ പൗലോസ് പറയുന്നത് വായിക്കുവാൻ കഴിയും. 1 Corinthians chapter 4 verse 15 we see what usage Paul uses to the believers in Corinth. നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാരുണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല. ക്രിസ്തുയേശുവിൽ ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്. Even if you had 10,000 guardians in Christ, you do not have many fathers, for in Christ Jesus I became your father through the gospel. അതെ, പൗലോസ് അപ്പോസ്തലന്റെ മുഖാന്തരം ആണ് ഈ വിശ്വാസികളൊക്കെയും കർത്താവിനായ യേശു ക്രിസ്തുവിലേക്ക് വരുവാൻ കാരണമായി തീർന്നു. It was through Paul that the believers in the church of Corinth came to know Jesus Christ. അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ സുവിശേഷത്താൽ നിങ്ങളെ ജനിപ്പിച്ചു. And that is why Paul uses the phrase that it was for that you do not have many fathers, but I became your father through the gospel. ആ കൊരിന്ത് പട്ടണത്തിൽ, കൊരിന്തിനെ കുറിച്ച് നമുക്കറിയാം, അത് വളരെ മ്ലേച്ഛതയുള്ള ദുർനടപ്പുള്ള എല്ലാ നിലയിലുമുള്ള ഒരു മോശമായ ഒരു പട്ടണമാണ് കൊരിന്ത് പട്ടണം എന്ന് പറയുന്നത്. We all well know that historically Corinth was a city that was full of all kinds of evil practices, sin and immorality. എന്നാൽ ആ പട്ടണത്തിലും ഒരു സഭയെ അല്ലെങ്കിൽ ഒരു കൂട്ടത്തെ ദൈവമക്കളെ വിളിച്ച് വേർതിരിച്ച്
വേർതിരിക്കുവാൻ പൗലോസ് അപ്പോസ്തലനെ ദൈവം ഉപയോഗിച്ചു എന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. In spite of such presence of sin and immorality and evil, the Lord used Paul to plant a church there. അതുകൊണ്ട് ഏത് സാഹചര്യത്തിൽ ഉള്ളവരെ ആയാലും ഏത് സ്ഥലത്താണെങ്കിലും അവിടെയും സുവിശേഷത്തിനെ പ്രവർത്തിക്കുവാൻ കഴിയും എന്ന് നമുക്ക് കാണുവാൻ കഴിയും. So it doesn't matter what the context is, the gospel is still able to penetrate in any section of the society. അതായത് 2 തിമോഥെയോസ് 2-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, സുവിശേഷത്തിനോ ബന്ധനം ഇല്ല, ദൈവവചനത്തിനോ ബന്ധനമില്ല. Paul says that in 2 Timothy chapter 2, he says that there is no chains, there is no barrier or bondage for the word of God. ദൈവവചനത്തിന് ബന്ധനം ഇല്ല. The word of God is never in bondage. അത് എവിടെയും പ്രവർത്തിക്കുന്നതാണ്. It can work in any context. അവിടെ അപ്പോസ്തലൻ പറയുന്നുണ്ട്, അത് ഈ സുവിശേഷം അറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവർത്തിക്കാരനെ പോലെ ചങ്ങല ധരിക്കുന്നു എന്ന് താൻ പറയുന്നു. Paul says that you look at me, I am just like I am in chains, as if I am treated as a person who has committed evil, but still the word of God is doing its work. ഞാൻ ഇവിടെ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്, എന്നാൽ ദൈവവചനത്തിന് ബന്ധനം ഇല്ല. I am in bondage here, but the word of God is never in bondage. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലനോടുള്ള ബന്ധത്തിൽ താൻ കാരാഗ്രഹത്തിലായിരുന്നാലും താൻ പട്ടണത്തിലായിരുന്നാലും ഗ്രാമത്തിലായിരുന്നാലും ഏത് ഭാഗത്ത് ഏത് സാഹചര്യത്തിലായാലും സുവിശേഷം അറിയിക്കുക എന്നുള്ളത് തൻ്റെ ലക്ഷ്യമായിരുന്നു. So for Paul, announcing, preaching the gospel of Christ, no matter whether he was chained in a prison, whether he was in big city or synagogues or temple, he always preached. അത് നാം കണ്ടു. കൊരിന്തിൽ അവിടെ സുവിശേഷം അറിയിച്ചു, അവിടെ സഭ ഉണ്ടായി എന്ന് നാം കണ്ടു. He preached in Corinth and hence a church was planted there. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിൽ അതിന്റെ 25 മുതലുള്ള വാക്യത്തിൽ കാരാഗ്രഹത്തിൽ താൻ ബന്ധനസ്ഥനായിരിക്കുന്ന സമയത്തും അവിടെയും സുവിശേഷം അറിയിച്ച് കാരാഗ്രഹ പ്രമാണി കർത്താവിൽ വിശ്വസിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. In Acts chapter 16, there also when Paul and Silas were in prison, they were still preaching, and we see that the chief jailer there comes and accepts Christ. അതെ, ആ കാരാഗ്രഹത്തിൽ വളരെ അടികൊണ്ടിട്ട് അവരുടെ കാലുകളൊക്കെയും ആമത്തിലിട്ട് അനങ്ങുവാൻ കഴിയാതെ കിടക്കുന്നതായ ആ സാഹചര്യത്തിലും അവർ ദൈവത്തെ പ്രാർത്ഥിച്ച് പാടി സ്തുതിച്ചു. In spite of their legs being chained and thereby restricting all mobility, they were still singing and praising God and sharing the gospel. അവിടെയും ദൈവം അത്ഭുതം പ്രവർത്തിച്ച്, കാര്യങ്ങൾ ചുരുക്കി പറയുകയാണ് നമ്മുടെ സമയപരിമിതി കൊണ്ട്, ദൈവം അത്ഭുതം പ്രവർത്തിച്ച് ആ ജയിലറും തന്റെ കുടുംബവും രക്ഷിക്കപ്പെടുവാനിടയായി. And we see that in spite of such limitations and restrictions, as a result of their ministry there, the chief jailer and his family accepted. അതെ, ആ തന്റെ ബന്ധനം, തന്റെ ആമത്തിലിട്ടത്, കാരാഗ്രഹത്തിൽ കിടന്നത് സുവിശേഷത്തിനൊരു ബന്ധനം ആയില്ല എന്നവിടെ നമുക്ക് കാണുവാൻ കഴിയും. In spite of Paul being bonded physically in or chained in prison, the word of God, the gospel, never experienced bondage. അങ്ങനെ അവിടെയും ദൈവവചനം അല്ലെങ്കിൽ സുവിശേഷം പ്രവർത്തിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. And there also we see how the gospel is very active and at work. അത് പിന്നെ മാത്രമല്ല, അവിടെ അപ്പോസ്തലപ്രവൃത്തി 11-ാം അധ്യായത്തിൽ താൻ പുഴയ്ക്ക് 11-ാം അധ്യായം അതിൻ്റെ 16-ന്റെ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ ആ പുഴയരികെ ഇരുന്ന് സ്ത്രീകളോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. We see that Paul is ministering to a group of women by the side of a river. Even there he is proclaiming the gospel. അവിടെയും ലുദിയായുടെ ഹൃദയം കർത്താവ് തുറന്നു എന്ന് കാണുന്നു. As a result, God opened the heart of Lydia. അവൾ വിശ്വസിച്ചു, സ്നാനം ഏറ്റു. She believed and was baptized. അതെ, അവിടെ എവിടെയും സുവിശേഷം അറിയിക്കുക എന്നുള്ളതിന് യാതൊരു തടസ്സവും ഇല്ല. There is no limit, there are no restrictions on how and where Paul used the gospel. സുവിശേഷം അറിയിക്കുന്നതിന് വലിയ സ്റ്റേജോ സ്റ്റേഡിയത്തിന്റെയോ ആവശ്യമില്ല. It's not necessary that we need a large stage and a great stadium to proclaim the gospel. എവിടെയും ഒരു വ്യക്തിയെ കണ്ടാൽ ആ വ്യക്തിയോട് സുവിശേഷം പറയുക എന്നുള്ളത് വളരെ ആവശ്യമായ കാര്യമാണ്. We have the opportunity to share the gospel even on a one-on-one basis. എന്നാൽ ഇന്ന് വളരെ കുറ്റബോധത്തോടെയാണ് ഞാൻ ഇത് കാര്യം പറയുന്നത്. ഇന്ന് എനിക്ക് സാധിക്കുന്നില്ല എന്ന കാര്യം ഞാൻ
വളരെ സമ്മതിച്ചുകൊണ്ട് തന്നെ പറയട്ടെ. I share this with much guilt that the fact that even I am not able to do this, to share the gospel one-on-one with people. അതെ, എവിടെ ആയിരുന്നാലും ആരോടും സുവിശേഷം പറയുന്ന ഒരു അപ്പോസ്തലനെയാണ് നമുക്ക് കാണുവാൻ See, കഴിയുന്നത്. Paul, wherever he was, he always proclaimed the gospel. അതെ, രാജാക്കന്മാരെന്നില്ല, ചെറിയവരെന്നില്ല, തടവുകാരോടെന്നില്ല, എല്ലാവരോടും സുവിശേഷം പറയും. Whether he was before kings or before prisoners or officials, he shared the gospel with everybody. അപ്പോസ്തലപ്രവൃത്തി 26-ാം അധ്യായം അതിന്റെ 28-ാം വാക്യത്തിൽ അഗ്രിപ്പാവിനോട് സുവിശേഷം അറിയിക്കുന്നതിനെ കുറിച്ച് നാം അവിടെ വായിക്കുന്നുണ്ട്. Acts chapter 26 we read that Paul was bold enough even to proclaim the gospel to King Agrippa. വളരെ വ്യക്തമായിട്ട് അഗ്രിപ്പാവിനോട് സുവിശേഷം പറഞ്ഞപ്പോൾ താൻ ചോദിക്കുന്നത്, നീ എന്നെ അല്പം കൊണ്ട് ക്രിസ്ത്യാനിയാക്കുവാൻ ശ്രമിക്കുന്നോ എന്ന്. Paul was so bold and confident in proclaiming the gospel that even the king asked, are you trying to convert me also to this gospel? അതെ, അപ്പോൾ പൗലോസ് പറയുന്നത്, അല്പം കൊണ്ടാകട്ടെ അധികം കൊണ്ടാകട്ടെ ഈ ചങ്ങല വഴിയെ നീ എല്ലാവരും എന്നെ പോലെയാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. Paul responds by saying that doesn't matter what context or setting I am in, whether I have plenty, whether I have abundance or little, I want others also to be like me, to be in the chains for the gospel. അതെ, എല്ലാവരും സുവിശേഷം വിശ്വസിക്കണം എന്നുള്ളതായിരുന്നു തന്റെ ആഗ്രഹം. All should believe in the gospel. This was Paul's motto. അതെ, രാജാവെന്നോ അടിമയെന്നോ ദാസനെന്നോ യജമാനനെന്നോ എന്ന് യാതൊരു വ്യത്യാസവും തനിക്കില്ലായിരുന്നു. Make any difference to Paul whether a person was a king or a master or a slave or a servant. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. To the church in Philippi, Paul writes to the believers saying that it was good that I was in chains because it helped in advancing the gospel. അതെ, ഞാൻ താൻ ജയിലിലാണെങ്കിലും സുവിശേഷം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. Even though he is in bondage or in prison, we see that the gospel is continuing to grow and advance. അതെ, കാരണം താൻ ആ ജയിലിൽ ആയിരിക്കുന്നത് താൻ ഒരു കുറ്റം ചെയ്തിട്ട് ഒരു കുറ്റവാളിയായിട്ടല്ല താൻ ജയിലിൽ ആയിരിക്കുന്നത്. He is not in the prison because he committed a crime. അത് താൻ പറയുന്നുണ്ട്, ഞാനൊരു ദുഷ്പ്രവർത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിക്കുന്നു എന്ന് പറഞ്ഞാൽ താൻ ദുഷ്പ്രവർത്തി ചെയ്തിട്ടല്ല ചങ്ങലതയായിരിക്കുന്നത്, സുവിശേഷ നിമിത്തം ആണ് എന്ന് അവിടെയുള്ള തനിക്ക് കാവൽ നിൽക്കുന്ന പടയാളികൾക്കെല്ലാം അറിയാം എന്നാണ് അവിടെ പറയുന്നത്. Even though Paul describes that I am being chained like a criminal, we know that he is not in prison for committing a crime. He is in the prison for preaching the gospel. അത് അവർക്ക് അറിയാമെന്ന് മാത്രമല്ല, അത് രാജാവിന്റെ കൊട്ടാരത്തിൽ വരെ ചെല്ലുവാൻ അറിയുവാൻ കാരണമായി. And not only that, his imprisonment, the news about his imprisonment even reached the palace of the king. കാരണം ഓരോ പ്രാവശ്യം ഈ പടയാളികളൊക്കെ നിൽക്കുമ്പോൾ അവർ ഷിഫ്റ്റ് മാറി മാറി വരും. അവരോട് സുവിശേഷം പറയുമ്പോൾ അവരങ്ങനെ പോയി ചെല്ലുന്നിടത്ത് ഈ പൗലോസിനെ കുറിച്ചും ഈ സുവിശേഷത്തെ കുറിച്ചും പറയുവാൻ അവർക്കും സാവകാശം ലഭിക്കുന്നുണ്ട്. Because Paul continued to share the gospel even with the guards there, through them, through word of mouth, the news spread that Paul is here in prison and he is preaching about Christ. അങ്ങനെ മാത്രമല്ല, പൗലോസ് ജയിലിൽ ആയിരിക്കുന്നത് കൊണ്ട് ചിലർ അത് പൗലോസിന് ഇപ്പോൾ സുവിശേഷം അറിയിക്കുവാൻ കഴിയുന്നില്ലല്ലോ ഇത് കഴിയാത്തത് കൊണ്ട് ചിലർ വളരെ ധൈര്യത്തോടെ സുവിശേഷം അറിയിക്കുവാൻ മുന്നോട്ട് വരുന്നു എന്നാണ് താൻ അവിടെ പറയുന്നത്. Some believers at that point Paul says that because they knew that he was in prison, they themselves gathered the courage and confidence and went out and preached the gospel boldly. അതുകൊണ്ട് അങ്ങനെ അത് മാത്രമല്ല, ചിലർ തനിക്ക് ദണ്ഡനം വരുത്തുവാൻ, തനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുവാൻ ചിലർ പറയുന്നു എന്ന് പറയുന്നുണ്ട്. And Paul says that some people are accusing him or they are creating trouble for him. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, എങ്ങനെയായാലും ക്രിസ്തുവിനെയല്ലോ പ്രസംഗിക്കുന്നത്, അതിൽ ഞാൻ സന്തോഷിക്കുന്നു, ഇനിയും സന്തോഷിക്കും എന്നാണ്. Paul writes saying that it doesn't matter what other people say, somehow the name of Christ, somehow the gospel should be preached, and I am all the more happy about it. അതെ, ഏത് നിലയിലും ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതിൽ താൻ സന്തോഷം അനുഭവിച്ചു, തന്നെ സന്തോഷിക്കുന്ന ആ വ്യക്തി ആയിരുന്നു. He was very happy. Paul was very happy that by any means that Christ was proclaimed. അതെ, തനിക്ക് ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം 21-ാം വാക്യത്തിൽ വായിക്കുന്നു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. For to me to live is Christ and to die is gain, is what Paul wrote to the church. അതെ, തനിക്ക് ജീവിക്കുവാണെങ്കിൽ കർത്താവ് സുവിശേഷം അറിയിച്ചു കൊണ്ടിരിക്കണം. His
life, the only purpose in his life was to live for Christ and to preach the gospel. അതെ, ക്രിസ്തു ജീവിക്കുക. ക്രിസ്തു എന്ന് പറയുമ്പോൾ 2 തിമോഥെയോസ് 2:8 വായിക്കുന്നു, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. Paul writes to Timothy saying that my gospel is to proclaim Christ was the descendant who was born of the lineage of David. That is my gospel. ക്രിസ്തു ആകുന്നു സുവിശേഷം. ആ ക്രിസ്തുവിന് വേണ്ടിയാകുന്നു താൻ ജീവിക്കുന്നു. Christ is the gospel and I am living for this Christ. മാത്രമല്ല റോമാലേഖനത്തിൽ പറയുന്നു സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. And Paul says in the book of Romans that I am not ashamed of the gospel of Jesus Christ. കാരണം അത് പറയുന്നത് അത് വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായുള്ള ദൈവശക്തിയാണ്. First for the Jew and then to the Greek, it is the power of God towards salvation. സുവിശേഷത്തിന്റെ ശക്തി എന്താണെന്ന് തനിക്ക് മനസ്സിലായി. Paul understood the power and the potency of ആ സുവിശേഷത്തെ കുറിച്ച് തനിക്ക് യാതൊരു ലജ്ജയുമില്ലായിരുന്നു. and it is he is saying that about this gospel I am not ashamed. അതിനുവേണ്ടി കഷ്ടം അനുഭവിക്കുവാൻ, അടികൊള്ളുവാൻ, ജയിലിലാകുവാൻ, എന്തും ഏത് സാഹചര്യം എന്ത് വന്നാലും അതിനൊന്നും തനിക്ക് യാതൊരു പരിഭവവും ഇല്ലായിരുന്നു. He says that I am willing to be persecuted, to be put in prison, to be beaten for this gospel. ക്രിസ്തുവിനെ പ്രസംഗിക്കുക, മറ്റുള്ളവർ കർത്താവിലേക്ക് വരിക, ഇതായിരുന്നു തന്റെ ജീവിതം തന്നെ. Paul's purpose was to preach the gospel and to witness other people come to Christ. അപ്പോസ്തലനായ യോഹന്നാനെ കുറിച്ച് നാം കാണുമ്പോൾ സ്നേഹത്തിന്റെ അപ്പോസ്തലനാണ്. We see the John who is the apostle of love. തനിക്ക് പറയുവാനുള്ള, കുഞ്ഞുങ്ങളെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. And John wrote that, my children, I write to you so that you love one another. അത് നിങ്ങൾ, കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയും. The Lord Jesus said, when the world sees that you love one another, then they will know that you are. അതെ, യോഹന്നാൻ അപ്പോസ്തലനും പറയുന്നത്, കാണുന്ന സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയയില്ല എന്ന് വളരെ വ്യക്തമായിട്ട് Apostle പറയുന്നു. John is writing, how can you love God whom you have not seen if you are not loving the brother whom you see? ദൈവ സ്നേഹത്തിന്റെ അളവ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് നമ്മുടെ സഹോദരന്മാരെ സ്നേഹിക്കുന്നതിലൂടെയാണ്. The measure of God's love in our life is being measured by how much we love each other. അതുകൊണ്ട് സ്നേഹത്തിന്റെ അപ്പോസ്തലനായ യോഹന്നാൻ സ്നേഹത്തെക്കുറിച്ച് പറയുന്നു. The apostle of love, John talks about the love of God. അത് അപ്പോസ്തലനായ പൗലോസ് സുവിശേഷത്തെക്കുറിച്ച്, അല്ലെങ്കിൽ സുവിശേഷം എന്നുള്ളതായിരുന്നു തന്റെ ജീവിത ലക്ഷ്യം. But for Apostle Paul, it was the gospel that was the complete purpose of his life. അതുകൊണ്ട് ആ സുവിശേഷത്തിന് വേണ്ടി താൻ ജീവിച്ചു. He lived for that ആ gospel. ക്രിസ്തുവിന് വേണ്ടി തന്റെ ജീവൻ താൻ വെച്ചു കൊടുക്കുകയായിരുന്നു. He set apart his life and he sacrificed his life for Christ. താൻ തടവിൽ ആയിരിക്കുമ്പോഴും അതെ ഇവിടെയും ഒനേസിമോസിനെ സുവിശേഷത്താൽ വീണ്ടും ജനിപ്പിച്ചത് എന്ന കാര്യമാണ് നാം കണ്ടത്. And that is why we see here that Onesimus became a son to Paul because of this gospel. താൻ അത്രമാത്രം സുവിശേഷത്തിനുള്ള തീഷ്ണതയോടെ ഇരിക്കുമ്പോഴാണ് ഈ ഒനേസിമോസ് തന്റെ അടുത്തേക്ക് ചെല്ലുന്നത്. Paul met Onesimus when Paul was so full of the zeal for the gospel and Christ. അതെ, ഒനേസിമോസ് ഏത് നിലയിൽ അവിടെ ചെന്നു എന്ന് നമുക്ക് ഊഹിക്കുവാൻ മാത്രമേ കഴിയുകയുള്ളൂ. We can only imagine how Onesimus ended up in this prison. അതെ, നാം പലർപ്പെട്ടവരുടെ സാക്ഷ്യം കേൾക്കുന്നത് പോലെ ദൈവം തന്നെ അവിടേക്ക് അയച്ചു എന്ന് മാത്രമേ നമുക്ക് പറയുവാൻ കഴിയുള്ളൂ. that God brought him to the right place at the right time. അപ്പോസ്തലൻ തന്നോട് സുവിശേഷം പങ്കുവെച്ചു. Paul shared the gospel with Onesimus. അങ്ങനെ സുവിശേഷത്താൽ വീണ്ടും ജനിക്കപ്പെടുവാൻ, സുവിശേഷത്താൽ ജനിക്കുവാൻ തനിക്ക് ഇടയായി തീർന്നു. Hence Onesimus got the rare opportunity to be born of the gospel. സുവിശേഷത്താൽ ജനിക്കുക, അതായത് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ വായിക്കുന്നു, അതിക്രമങ്ങളിലും പാപങ്ങളിലും നാം മരിച്ചവരായിരുന്നു. We were once dead in sins and trespasses. അവിടെ നിന്ന് വീണ്ടും ജനിക്കുക, അല്ലെങ്കിൽ ആ ഒരു ജനനം സുവിശേഷത്താൽ ഉണ്ടാകുക എന്നുള്ളതാണ് ഈ ജനനം എന്നിവിടെ വായിക്കുന്നത്. It is from that context that we have been born in and born again
through the gospel. It is the same application here for Onesimus. അങ്ങനെ അപ്പോസ്തലനായ പൗലോസിന്റെ പ്രവൃത്തിയാൽ അനേകർ സുവിശേഷത്തിലേക്ക് കടന്നു വരുവാൻ അനേകം ആത്മീയ മക്കൾ തനിക്കുണ്ടായിരുന്നു എന്ന് കാണുവാൻ So കഴിയും. many people came to know the Lord through the ministry of Paul, and as a result, he had so many children through the gospel. ആ നിലയിൽ എവിടെയും ഒനേസിമോസ് എന്റെ മകൻ ഒനേസിമോസ് എന്നാണ് And പറയുന്നത്. that is why he very boldly says that this is my son Onesimus. അതുപോലെ തിമോഥെയോസിനെ കുറിച്ച് പറയുന്നു, വിശ്വാസത്തിൽ നിജപുത്രനായ തിമോഥെയോസ് എന്ന്. And about Timothy, he says that he is my true son in the gospel. അതായത് തൻ്റെ ആ വിശ്വാസത്താൽ താൻ യഥാർത്ഥമായ മകൻ എന്നല്ലേ, സത്യമായ എൻ്റെ മകൻ അല്ലെങ്കിൽ സുവിശേഷത്താൽ തന്നെയും ജനിപ്പിക്കുവാൻ പൗലോസിന് ഇടയായി. Of Timothy, he says that you are my true son because of what the gospel has done in your life. മാത്രമല്ല തീത്തോസിനോടുള്ള ബന്ധത്തിലും പറയുന്ന വിശ്വാസത്തിൽ, പൊതുവിശ്വാസത്തിൽ നിജപുത്രനായ തീത്തോസ്. And the same Paul applies to Titus, saying that you are my true son through the gospel. അതെ, ഇവിടെ പിന്നീടുള്ള വാക്യത്തിൽ നാം ഈ ഒനേസിമോസിനെ കുറിച്ച് പറയുന്നത്, എനിക്ക് പ്രാണപ്രിയനായവനെ ഞാൻ മടക്കി അയക്കുന്നു. And Paul continues to write about Onesimus and describes him as a person who is my very heart. അതെ, തൻ്റെ ആ സ്നേഹം അല്ലെങ്കിൽ തൻ്റെ സുവിശേഷത്താൽ ജനിച്ച ആ മകനോടുള്ള ബന്ധത്തിൽ അല്ലെ മക്കളോടുള്ള ബന്ധത്തിൽ തനിക്ക് എത്രമാത്രം കൺസേൺ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ Paul കഴിയും. has great concern and great love for his children who are born through the gospel. ഒനേസിമോസിനോടുള്ള ഒരു വീണ്ടും ജനിക്കുമ്പോൾ അവരുടെ ഭാവി കാര്യം കൂടെ അന്വേഷിക്കേണ്ട കാര്യം അല്ലെങ്കിൽ കരുതേണ്ട കാര്യം ഉണ്ട്. We see through this interaction with Onesimus, Paul was also very concerned about his future. ഇവിടെ ഈ ഒനേസിമോസിനെ താൻ പറയുന്നുണ്ട്, എനിക്ക് വേണമെങ്കിൽ അവനെ കൂടെ നിർത്താമായിരുന്നു എന്ന്. And Paul is saying that, I could have kept him with me. എന്നാൽ ഒനേസിമോസിനെ ചില കാര്യങ്ങൾ ക്രമപ്പെടുത്തേണ്ടതായിട്ടുണ്ടായിരുന്നു തന്റെ ജീവിതത്തിൽ. But I'm sending Onesimus out because there are few things I would like him to take care of. അതിനുവേണ്ടിയാണ് ഈ ലേഖനം താൻ എഴുതുന്നത്. And that is why Paul is writing. ഈ ലേഖനം എഴുതി ഒനേസിമോസിനെ ഫിലെമോന്റെ അടുത്തേക്ക് മടക്കി Paul is അയക്കുകയാണ്. writing this letter and sending it through Onesimus to Philemon. പിന്നെ ഫിലെമോനുമായിട്ട് ഒരു നിരപ്പ് പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. There is a reconciliation that needs to happen, and hence that's why Paul is sending Onesimus. കാരണം ഈ ഫിലെമോന്റെ അടിമയായിരുന്നു ഈ ഒനേസിമോസ്. Because we know that Onesimus was Philemon's slave. അതുകൊണ്ട് അവിടെ നിന്ന് എന്തോ പ്രശ്നങ്ങളുണ്ടായിട്ടാണ് താൻ ഇവിടേക്ക് ഈ പരാഗ്രഹത്തിലേക്ക് കടന്നു വന്നത്. Some problem happened which resulted in Onesimus being. അതുകൊണ്ട് അത് ശരിയാക്കേണ്ട കാര്യം അപ്പോസ്തലനായ പൗലോസിനെ അറിയാമായിരുന്നു. Apostle Paul has this deep desire and is working towards bringing this reconciliation. അതുകൊണ്ട് ഈ ഒനേസിമോസിനെ അവിടെ ഒളിച്ചു വെക്കുവാനല്ലാതെ ഇരിച്ചത് കാര്യങ്ങൾ ക്രമപ്പെടുത്തി താൻ സ്വതന്ത്രനായിട്ട് ജീവിക്കണം എന്നുള്ള ആഗ്രഹത്തോടു He's കൂടെ. not holding back Onesimus in the present, but he's releasing him so that there can be a reconciliation between him and Philemon. ആ നിലയിൽ ഒനേസിമോസ് വന്ന് ഫിലെമോനുമായിട്ട് നിറന്ന് നല്ല ഒരു സുവിശേഷകനായിട്ട് താൻ തീർന്നു എന്ന് പിന്നീട് തന്നെ കുറിച്ച് ചരിത്രം രേഖപ്പെടുത്തുന്നു. When we read the historical records, we find out that after this reconciliation, Onesimus became a true servant of the Lord Jesus Christ. അതെ, ഇവിടെ ഈ ലേഖനം എഴുതുവാനുള്ള മൂല കാരണമാണ് ഈ 10-ാം വാക്യത്തിൽ നാം വായിച്ചത്. Verse 10 is the key reason why Paul decides to write this letter. അതെ, ഞാൻ ഈ ലേഖനം എഴുതുന്നത് തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എൻ്റെ മകൻ ഒനേസിമോസിന് വേണ്ടിയാകുന്നു. I am writing this letter for Onesimus, who became my son while I was in അതെ, ഈ തടവിൽ ഏത് സാഹചര്യത്തിലായാലും സുവിശേഷം അറിയിക്കുന്നതിനുള്ള ബന്ധത്തിൽ നാമും അതിന് ഈ നിലയിലുള്ള ഒരു കൺസേൺ ഉള്ളവരായിരിക്കണം No matter എന്ന് ഞാൻ what ആഗ്രഹിക്കുന്നു. situation we are in, we should also have this true love and concern to proclaim the gospel to others. ഞാൻ പറഞ്ഞ പോലെ വളരെ വളരെ കുറ്റബോധത്തോടെയാണ് ഞാൻ ഇത് പറയുന്നത്. Like I said before, I have this great guilt consciousness because I am not able to share the gospel the way I wanted to. വാസ്തവത്തിൽ ഇന്ത്യയിലായിരുന്നപ്പോൾ എവിടെ പോയാലും ഒരു ട്രാക്ട് എൻ്റെ കുറച്ച് ട്രാക്ട് എൻ്റെ കയ്യിൽ കാണുമായിരുന്നു. While I was in India, I would always carry some tracts and gospel literature with me. അതുപോലെ സാവകാശം കിട്ടുന്നവരോടൊക്കെ സുവിശേഷം പറയുവാനുള്ള ഒരു ഉത്സാഹം അന്നുണ്ടായിരുന്നു. Whenever I had the opportunity, I was very zealous to share about Christ with others. അതെ, വീട്ടിൽ ആരെങ്കിലും വന്നാൽ അവരോട് സുവിശേഷം, അവിശ്വാസികൾ വന്നാൽ അവരോട് സുവിശേഷം പറയുമായിരുന്നു. When whoever came to
my home, I would share the gospel with them as well. എന്നാൽ ഈ നാളുകളിൽ അത് സാധിക്കുന്നില്ല എന്നുള്ളതായ ആ കുറ്റബോധം എനിക്കുണ്ട്. I feel very guilty that I am not afforded that opportunity at this time. അതെ, കർത്താവ് അതിനുള്ള സാവകാശം നമുക്ക് ഓരോരുത്തർക്കും നൽകുവാൻ വേണ്ടി, അല്ലെങ്കിൽ പ്രതികൂല സാഹചര്യങ്ങളെയും അനുകൂലമാക്കിക്കൊണ്ട് സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. May God give all of us the opportunity to be witnesses of the gospel so that we can share about Christ. ഇതൊക്കെ നാം വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിന് ചില പരിവർത്തനങ്ങൾ ഉണ്ടാകുവാനിടയായി. As we read and study these things, may our hearts and may our lives be transformed. അതെ, ഈ ഒനേസിമോസിന്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസമുണ്ടായി. അതേക്കുറിച്ച് പിന്നീട് അടുത്ത വാക്യത്തിൽ നമുക്ക് വായിക്കുവാൻ ചിന്തിക്കുവാൻ അടുത്ത പ്രാവശ്യം ചിന്തിക്കാം. Next time when we meet, we will read and study about what happened as a result in Onesimus' life. നമ്മുടെ ജീവിതത്തിൽ ആ നിലയിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. May the Lord give us and help us to experience some transformation like Onesimus had in his life. അതുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. May God help us through His word. കർത്താവ് അനുവദിക്കുന്നെങ്കിൽ അടുത്ത പ്രാവശ്യം അടുത്ത വചനത്തെ അടുത്ത 11-ാം വാക്യത്തെക്കുറിച്ച് ചിന്തിക്കാം. അവൻ മുമ്പേ പ്രയോജനമില്ലാത്തവൻ ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനമുള്ളവൻ. Next time when we have the opportunity, we look into verse 11 where it says, previously he was not of any use or benefit to me, but now he is. സുവിശേഷത്തിന്റെ സാക്ഷ്യം വഹിക്കുവാൻ നാം ഓരോരുത്തരും നമ്മെ തന്നെ കർത്താവിന്റെ സന്നിധിയിൽ പ്രമേൽപ്പിക്കാം. Let's recommit our lives so that the Lord may use us for the advancement of the gospel. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. May His name be glorified.